അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ശങ്കുട്ടനൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മള് പച്ചപ്പഴം പുളിച്ചിട്ട് വെയിലിട്ട് വെക്കണം. എന്നിട്ട് ഈ ഇതെടുത്ത് വെയിലായിട്ട് വൈകുന്നേരമായിട്ട് വേവിക്കുക. പിന്നെ അരിയണം അരി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതിൽ ചേർക്കണം. അതായത് രമണ ഞാൻ പറയാം, പച്ച ഏത്തക്ക എടുത്ത് തൊലി പൊളിച്ച് എന്നിട്ട് ആ ഏത്തക്കായ നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം. അതായത് കറുത്ത് പോവാതിരിക്കാനാണ്, അതിന്റെ കറ പറ്റാതിരിക്കാൻ. എന്നിട്ട് അതെടുത്തൊന്ന് ചെറിയ വെയിലത്ത് വെച്ചിട്ട് വെള്ളം വറ്റിക്കണം. ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചാലും മതി, തപ്പിപ്പൊതി വെച്ചാലും മതി, ഇല്ലെങ്കിൽ ഞാൻ വെയിലത്തോട്ടൊന്ന് വെച്ച് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചു. അങ്ങനെ അരിഞ്ഞാൽ മാത്രമേ ഒന്നി പറ്റാതെ നമുക്ക് വേറിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ ഏത്തക്ക അങ്ങോട്ട് ഇട്ട് ഏത്തക്ക ഒന്ന് മൂപ്പായി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, ഈ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ കലക്കി വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് ക്രിസ്പി ടൈപ്പ് കറുമുറു ആയി കഴിഞ്ഞാൽ തെറിച്ചു പോയി. കറുമുറു ആവുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, കോരും. എന്നിട്ടിങ്ങനെ കറുമുറു തിന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഫ്രൈ ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഫ്രൈ ആയിരിക്കും. ശംഖു പറയണം. ആ ശംഖു എന്താ പറഞ്ഞാ, ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, ഇതുപോലെ രാഗി എന്നും ഉണ്ടാക്കി തന്നാ മതി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണെന്ന് പറഞ്ഞേ. എല്ലാരും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ കാണണം, ചാനലൊക്കെ കാണാം, കമന്റ് അടിക്കുക, ലൈക്ക് എടുക്കുക, എല്ലാം അടിക്കണം. താറ പറയുന്നത് എല്ലാം അടിച്ചേക്കണേ. അപ്പൊ ശരി, ചേട്ടാ നമ്മൾ പോയി കഴിച്ചിട്ട് വരാം.